Hi students, welcome back to maths class. Today let us discuss some problems. Just listen the page number 177. Question number 4. Compute the area of the parallelogram shown below. You have given one parallelogram. Then diagonals, one diagonal 24 centimeter, then distance to this diagonal is 8 centimeter. Okay, these are the given conditions. You have given the quadrilateral is a parallelogram, then length of the diagonal 24 centimeter, then one vertex, from one vertex to the diagonal എത്രയാണ് ലെങ്ത് വരുന്നത് 8 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണണം. എങ്ങനെ നമുക്ക് കാണാം ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ? ഇതിൻ്റെ പ്രത്യേകത എന്താവും? ഈ 24 എന്ന് പറയുന്ന ഡയഗണൽ യൂസ് ചെയ്താൽ നമുക്കിത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ലെങ്ത്ത് ഇവിടുന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും എന്തെന്നായിരിക്കും? 8 സെൻറ്റിമീറ്റർ തന്നെ ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഈക്വൽസ് എങ്ങനെ നമുക്ക് കാണാം? കഴിഞ്ഞ ക്വാഡ്രിലാറ്ററൽ ചെയ്ത പോലെ തന്നെ ഏരിയ കണ്ടെത്തിക്കൂടെ? ഹാഫ് ഇൻറ്റു 24 ഇൻറ്റു then 8 plus 8. Cancel ചെയ്താൽ ഇവിടെ ഹാഫ് ഓഫ് 24 12, that is 12 into 8 plus 8 16. 12 into 16 12 into 16 12 into 16 എത്ര വരിക? 6 into 2 12, then 1 into 6 6 plus 1 7, then 1 into 2 1 into 1 1 2 7 plus 2 9, then 1. So 192 square centimeters. Okay, next fifth question. The three blue lines in the picture below are parallel. Listen, you have given two quadrilaterals ABCD and PQRS. ആ രണ്ട് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ഏരിയാസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽസ് ABCD ആൻഡ് PQRS ആർ ഇൻ ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്സ് ഓഫ് ദി ഡയഗണൽസ് AC ആൻഡ് PR. ഫസ്റ്റ് വൺ, how should the diagonals be related for the quadrilaterals to have equal area? Second one, draw two quadrilaterals, neither parallelograms nor trapeziums of area 15 square centimeters. Okay, അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് തന്നിട്ടുള്ള രണ്ട് ക്വാഡ്രിലാറ്ററൽസ്. ജസ്റ്റ് ലിസൺ. These two are the given quadrilaterals. First ABCD, then PQRS. രണ്ട് quadrilateralsന്റെ പ്രത്യേകത എന്താണ്? In between 3
പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസും വരുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Prove that the areas of the quadrilaterals ABCD and PQRS are in the ratio of the lengths of the diagonals AC and PR. അപ്പോൾ എ സിൻ്റെയും പി ആറിൻ്റെയും ലെങ്ത്തും ഈ ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയയും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? അടുത്തത് ഫസ്റ്റ് പാർട്ട്, ഹൗ ഷുഡ് ദ ഡയഗണൽസ് ബി റിലേറ്റഡ് ഫോർ ദി ക്വാഡ്രിലാറ്ററൽസ് ടു ഹാവ് ഈക്വൽ ഏരിയ? രണ്ടിൻ്റെയും ഏരിയ ഈക്വൽ ആവണമെങ്കിൽ ആ ഡയഗണൽസ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഡ്രോ ടു ക്വാഡ്രിലാറ്ററൽസ് നൈദർ പാരലലോഗ്രാംസ് നോർ ട്രപ്പീസിയംസ് ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഇവിടെ നമ്മൾ എ സി എന്നുള്ളത് ഡയഗണലായിട്ട് എടുത്തു അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് H1. നെക്സ്റ്റ് ഇതെന്താണ്? H2. ഡയഗണൽ ഡിയും പെർപെൻഡിക്കുലറുകൾ H1ഉം H2 ആയിട്ട് എടുത്തു. ഇവിടുത്തെ ഡയഗണൽ എന്തെടുക്കാം? D2. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? D1. കാരണം എ സിയും പി ആറും സെയിം ലെങ്ത് ആണോ? അല്ല. ഇനി ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ എന്ത് കൊടുക്കാം? H1. ഇവിടുത്തെ പെർപെൻഡിക്കുലറോ? H2. ഈ ഡയഗണൽ എന്താണ്? D2. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? എല്ലായിടത്തും ഡിസ്റ്റൻസുകൾ എന്തായിരിക്കും? സെയിം ആവും അല്ലേ? എവരിവർ ഈ ലൈൻസ് നമ്മൾ എങ്ങടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലും അവിടെ എല്ലായിടത്തും ആ രണ്ട് ലൈൻസുകളിലെ ഡിസ്റ്റൻസുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ H1 എന്ന് പറഞ്ഞത് എല്ലാത്തിലും എന്താണ്? സെയിം ആയിരിക്കും. അതേപോലെ H2 എന്ന് പറഞ്ഞ ലെങ്ത്തും എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ H1ഉം H2 സെയിം ആണ്, H1ഉം സെയിം ആണ്. ഇനി അതേപോലെ അപ്പോൾ ഈ രണ്ട് H2കളും ഈ രണ്ട് H1കളും സെയിം ആണ്. അപ്പോൾ ഇവിടെ മാറ്റുള്ളത് ഏതിനാ? എ സിയും പി ആറും. എ സിനേക്കാളും കൂടുതലാണ് ഏത് ലെങ്ത്ത്? പി ആർ. നമുക്ക് ഏരിയ കാണാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, ഏത് ക്വാഡ്രിലാറ്ററലാ? ABCD ഈക്വൽസ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഈക്വൽസ് എങ്ങനെ എഴുതാം? ഹാഫ് ഡി H1 പ്ലസ് H2. ഹാഫ് ഡി H1 പ്ലസ് H2. ഇനി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS ഈക്വൽസ് എങ്ങനെ കിട്ടും? PQRSൻ്റെ ഏരിയ ഹാഫ് ഡി H1 പ്ലസ് H2. ഇനി ഇതിൽ രണ്ടിലും നമ്മൾ ഡയഗണൽസ് D1ഉം D2 ആയിട്ടും എടുത്തിട്ടുണ്ട് അല്ലേ? D1ഉം D2. അപ്പോൾ രണ്ടിൻ്റെ ഈ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഏരിയ ഹാഫ് D1 H1 പ്ലസ് H2. സെക്കൻഡ് ക്വാഡ്രിലാറ്ററൽ PQRS എന്ന ക്വാഡ്രിലാറ്ററൽ ഏരിയയാണ് ഹാഫ് D2 H1 പ്ലസ് H2. നെക്സ്റ്റ്, prove that the areas of the quadrilaterals ABCD and PQRS are in the ratio of the lengths of the diagonals AC and PR. അപ്പോൾ ഈ രണ്ട് ഏരിയകളുടെ റേഷ്യോ എന്താണ്? ഹാഫ് D1 H1 പ്ലസ് H2 ബൈ ഹാഫ് D2 H1 പ്ലസ് H2. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിവിഷനായിട്ട് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാറുണ്ട് അല്ലേ? ഈസ്റ്റ് വെച്ചിട്ട് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ എഴുതാറുണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ വരുന്നത് H1 പ്ലസ് H2 സെയിം അല്ലേ? H1ഉം H2 നമ്മളെ ഡിസ്റ്റൻസ്, അതായത് ഈ ലൈനുകൾ നമ്മളെ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹാഫുകളും ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ എന്താ വരുന്നത്? D1 ബൈ D2. അപ്പോൾ ഈ റേഷ്യോ അല്ലെങ്കിൽ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് എന്തിനോട് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടിയത്? ഈ ഡയഗണൽസുകളുടെ റേഷ്യോക്ക് ഈക്വൽ ആയിട്ട്. ഏത് ഡയഗണൽസാണ്? എ സിയും പി ആറും. അപ്പോൾ ഏരിയകളുടെ റേഷ്യോ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? എ സി ഈസ് ടു പി ആർ. ഓക്കെ, അല്ലെങ്കിൽ D1 ഈസ് ടു D2 ആണ്. അതെന്താണ്? എ സി ഈസ് ടു പി ആർ. ഓക്കെ, അപ്പോൾ അതാണ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽസ് ABCD ആൻഡ് PQRS ആർ ഇൻ ദ റേഷ്യോ ഓഫ് ദ ലെങ്ത്സ് ഓഫ് ദി ഡയഗണൽസ് AC ആൻഡ് PR.
ഇനി ഫസ്റ്റ് പാർട്ട്, ഹൗ ഷുഡ് ദ ലെങ്ത്സ് ബി റിലേറ്റഡ് ഫോർ ദി ക്വാഡ്രിലാറ്ററൽസ് ടു ഹാവ് ഈക്വൽ ഏരിയ. ഇനി നമുക്ക് ഈക്വൽ ഏരിയ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് ആ ഡയഗണൽസ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്? ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെയും ഏരിയ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ എ സിയും പി ആറും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യേണ്ടി വരിക? എന്താവും ബന്ധം? യെസ്, എ സിയും പി ആറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ സെയിം ആണ്. ഓക്കെ, കാരണം എന്താ, ഓൾറെഡി ഇതെന്താണ്, 3 പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ഡയഗണൽസിൻ്റെ റേഷ്യോക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡയഗണൽസിൻ്റെ ലെങ്ത്തുകൾ ഈക്വൽ ആയാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം അല്ലേ? ഹാഫ് ഉണ്ട്, പിന്നെ ഡയഗണൽസ് ആണ് അവിടെ വ്യത്യാസം വന്നത്, പിന്നെ പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ പിന്നെ എ സിയും പി ആറും ഈക്വൽ ആയാൽ നമുക്ക് എന്താ കിട്ടുക? രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? എ സി ആൻഡ് പി ആർ ഷുഡ് ബി ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, draw two quadrilaterals, neither parallelograms nor trapeziums of area 15 square centimeters. ഇനി ഈ സെയിം ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യാം? ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള രണ്ട് ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ഈ തിയറി പാർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു അത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? ക്വാഡ്രിലാറ്ററൽസ് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരുന്നു നമുക്ക് രണ്ട് ക്വാഡ്രിലാറ്ററൽസ് കിട്ടിയിരുന്നത്. ഇനി ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഏരിയ സെയിം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് പാർട്ടിൽ എന്ത് പറഞ്ഞിരുന്നു? ഏരിയ സെയിം ആവണമെങ്കിൽ ഈ ഡയഗണൽസ് എന്ത് ചെയ്താൽ മതി? സെയിം ആയത്. ബാക്കിയുള്ള ഡിസ്റ്റൻസുകളൊക്കെ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏരിയ എന്താണ്? 15 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഈ രണ്ട് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ത് കിട്ടണം? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? എന്താവും ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ എടുത്തു, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 3 സെൻറ്റിമീറ്റർ കൊടുക്കണം അല്ലേ? ആ ഡയഗണൽസ് ഈക്വൽ ആയാലാണ് എന്ത് വരിക? ഏരിയ ഈക്വൽ ആവുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഡി h1 പ്ലസ് h2. ഇതെന്ത് കിട്ടണം എന്നാണ് പറഞ്ഞത്? 15 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? 3 എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ 3 കൊടുത്താൽ ഇതെന്താണ്? ഡയഗണലാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ഇനി h1 പ്ലസ് h2 ഈക്വൽസ് 15. അപ്പോൾ ഇത് 15 ആണ്. ഈ പ്രോഡക്റ്റ് 3 ഇൻറ്റു h1 പ്ലസ് h2 എന്ത് കിട്ടിയാലാണ് ഈ ആൻസർ 15 ആവുക? ഏരിയ 15 ആണ് കിട്ടേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് 3 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ h1 പ്ലസ് h2 അല്ലെങ്കിൽ ഈ സമ്മ് എന്ത് കൊടുത്താലാണ് നമുക്ക് ഏരിയ 15 കിട്ടുക? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ 10 കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 10 കൊടുത്താൽ നമുക്ക് 15 കിട്ടില്ലേ? ഇത് ക്യാൻസൽ ചെയ്താൽ 10ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 ആവും. അപ്പോൾ 3 ഇൻറ്റു 5 എന്ത് കിട്ടും? 15 ആവും. 3 ഇൻറ്റു 5 15 ആണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 3 ഡയഗണൽ കൊടുത്തിട്ടുണ്ട്. h1ഉം h2ഉം തമ്മിൽ സമ്മാണ് എന്തായിട്ട് എടുത്തത്? 10 ആയിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഈ ലെങ്ത്തുകൾ സമ്മ് 10 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഒന്നുകിൽ 7 കൊടുക്കാം, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? 3 കൊടുക്കാം അല്ലേ? 7 പ്ലസ് 3 10 അല്ലേ? ഇവിടെയും 10 ആയാൽ നോക്കുക, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 3. 10 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 ആണ്. അപ്പോൾ 30ൻ്റെ പകുതി 15 കിട്ടും. അതേപോലെ ഇവിടെ എന്ത് തന്നെയാണ്? സെയിം തന്നെയല്ലേ വരിക? 7ഉം പിന്നെ 3. ഇത് ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ഈ ഡയഗണൽസ് മാറ്റം വരുത്താം, അതേപോലെ ഈ സമ്മുകൾ മാറ്റം വരുത്താം, എന്നിട്ട് ഏരിയ 15 വരുന്ന ക്വാഡ്രിലാറ്ററൽസ് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം.
ഇനി നിങ്ങൾ നോക്കുക വേറെ 15 ഏരിയ വരുന്ന വേറെ ഇനി ക്വാഡ്രിലാറ്ററൽസ് ഇതേപോലെ വരക്കാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 174 അവിടെ ഒരു സൈഡ് ബോക്സിൽ ട്രപ്പീസിയം ആൻഡ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുന്നുണ്ട്. ഓക്കെ, ട്രപ്പീസിയം ആൻഡ് ട്രയാങ്കിൾസ്. ഫസ്റ്റ് യു ഹാവ് ഗിവൺ വൺ ട്രപ്പീസിയം. ഇനി ആ ട്രപ്പീസിയം നമ്മൾ ജസ്റ്റ് 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റുകയാണ്. ഇതേപോലെ അതിനെ 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റി ട്രപ്പീസിയത്തിന്. ഇനി നമുക്ക് ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ 3 ട്രയാങ്കിൾസിൻ്റെ ഏരിയ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ ബി സി ഡി ഈ പോയിന്റ് ഇ കൊടുത്തു. ഇനി ഇതിൽ ഓരോ ഡിസ്റ്റൻസുകളും സെയിം അല്ലേ, കാരണം പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ആ പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസുകൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് എച്ച്, അതേപോലെ ഇവിടെ എന്ത് വരും, എച്ച് ഒക്കെ സെയിം ആ കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം അപ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനെ ട്രപ്പീസിയം തന്നിട്ട് അതിനെ 3 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ശ്രദ്ധിക്കാം. എന്നൊക്കെ വരിക ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഈ ട്രയാങ്കിൾ എടുത്താൽ എ ഇ ഇൻറ്റു എച്ച് പ്ലസ്, ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്താലോ ഹാഫ് ഇൻറ്റു ദെൻ സി ഡി ഇൻറ്റു എച്ച് പ്ലസ് തേർഡ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബി ഇ ഇൻറ്റു എച്ച്. സൈഡ്സും ഹൈറ്റും നമ്മൾ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു എച്ച് പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു സി ഡി ഇൻറ്റു എച്ച് പ്ലസ് ഇതിലാണെങ്കിൽ ഹാഫ് ബി ഇ ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ഹാഫ്. ഇനി നിങ്ങൾ നോക്കുക എ ഇ സി ഡി ബി ഇ, അതാണ് ഇവിടെ വ്യത്യാസമുള്ളത്. അതെന്താണ് എ ഇ ബി ഇ സി ഡി എന്ന് പറയുന്നത്? എ ഇയും ബി ഇയും സി ഡിയും ഇതിൻ്റെ പാരലൽ സൈഡ്സ് ആണ് അല്ലേ. അപ്പോൾ എ ഇ പ്ലസ് സി ഡി പ്ലസ് ബി ഇ ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഈ എ ഇയും ബി ഇയും കൂടെ ചേർന്നിട്ട് എ ഇയും ബി ഇയും ചേർന്നിട്ട് നമുക്ക് എന്തെഴുതാം, എ ബി പ്ലസ് ഇവിടുത്തെ സൈഡ് എന്താണ് സി ഡി ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടുന്നും എന്താ നമുക്ക് കിട്ടിയത്, ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദ പാരലൽ സൈഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. അപ്പോൾ ട്രപ്പീസിയത്തിന് നമ്മൾ 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിരുന്നു അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തത് എന്താ, ഒരു ഡയഗണൽ വരച്ചിട്ട് 2 ട്രപ്പീസിയാക്കി മാറ്റിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിരുന്നത്, ഏരിയ കണ്ടെത്തിയത്. ഇവിടെ 3 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഏരിയ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോഴും ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദ പാരലൽ സൈഡ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. ഓക്കെ, ഇനി അതിൽ 175 സൈഡ് ബോക്സിൽ അൺചേഞ്ചിങ് ഏരിയ ആൻഡ് ചേഞ്ചിങ് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അവിടെ ഒരു ട്രയാങ്കിൾ എ ബി സിയും ആ സിയിൽ നിന്ന് ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബിയിലേക്ക് എച്ച്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ട്രയാങ്കിൾ ഏരിയ വരിക, ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എച്ച് വരും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എച്ച് വരും. ഇനി നെക്സ്റ്റ്, if we move C along a line parallel to AB, the triangle changes. ഇനി C എന്ന പോയിന്റ് നമ്മൾ ആ വെർട്ടെക്സിലൂടെ അല്ലെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ട് എ ബിക്ക് പാരലൽ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ സി എന്ന പോയിന്റ് ആദ്യം ഡിയിലേക്ക് മാറിയിട്ടുണ്ട്, പിന്നെ ഇയിലേക്കൊക്കെ പോയിട്ടുണ്ട്. സിയും ഡിയും ഇയും വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അതേപോലെ തിരിച്ച് ലെഫ്റ്റിലേക്കും എന്ത് ചെയ്യാം, സി മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഡി ഇ അവിടെ ഉണ്ട്, എഫ് ജി എച്ച് എന്ന് പറഞ്ഞിട്ടൊക്കെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പക്ഷെ അതിൻ്റെ പ്രത്യേകത എ ബിക്ക് പാരലാണ് ഏത് ലൈന്, ഈ സിയും ഡിയും ഇയും ഒക്കെ ജോയിൻ ചെയ്യുന്ന ആ ലൈന്. അപ്പോൾ എപ്പോഴും എ ബിയും ആ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, എച്ച് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇൻ ഈച്ച് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഇ,
the length of the perpendicular to AB from the third vertex is h, and so these triangles have the same area, but we can see that the perimeters are different. Okay, what is the speciality of the triangle of least perimeter? ഇനി ഇവിടുത്തെ എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്താണ്? സെയിം ആണ്. അതായത് എത്ര ട്രയാങ്കിൾസ് നമ്മൾ ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്? 3 ട്രയാങ്കിൾസ്. എ ബി സി ഉണ്ട്, എ ബി ഡി ഉണ്ട്, എ ബി ഇ ഉണ്ട്. ഇനി നമുക്ക് ഒരുപാട് ട്രയാങ്കിൾസായി എ ബി സൈഡ് വെച്ചിട്ട് നമുക്ക് ആ ലൈനിലൂടെ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാത്തിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എ ബി അവിടെ മാറ്റം വരുന്നില്ല. എ ബിൻ്റെയും അതിൻ്റെ മുകളിലെ പാരലൽ ലൈനിൻ്റെയും ഇടയിലെ ഡിസ്റ്റൻസ് എച്ച് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ എന്ത് മാറ്റമുണ്ട്? പെരിമീറ്റേഴ്സിന് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. Today's class is over. Thank you. Have a nice day.